ഹലോ ഗായ്സ്, ഓണമൊക്കെ അടുത്ത് വരില്ലേ. അപ്പം നമുക്കിന്ന് ഒരു ഓണസദ്യ സ്പെഷ്യൽ ഓലൻ വയ്ക്കാം. അതെങ്ങനെയാണ് വെക്കണതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ്. ഇപ്പോൾ നമ്മൾ ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് വെക്കണേ. പയറൊക്കെ വേവിക്കണം നമുക്ക്. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കൊച്ചു കുട്ടികൾക്ക് വരെ അത് കൊടുക്കാൻ പറ്റും. നന്നായിട്ട് അത് ഉടച്ച് പയറൊക്കെ പ്രോട്ടീനല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം എന്നല്ല, ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ്. അവർക്കൊക്കെ പ്രോട്ടീനൊക്കെ ഇപ്പോൾ വയറ്റിലേക്ക് ചെല്ലേണ്ട സമയമല്ലേ. അപ്പോൾ നന്നായിട്ട് ഇത്തിരി ചോറിൽ നെയ്യൊക്കെ ഇട്ട് പപ്പടവും കൂട്ടി കുഴച്ച് ഇത് ഇത്തിരി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി കുഴച്ച് കൊടുത്താൽ കുട്ടികൾ വേഗം ചോറുണ്ണും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ പല വിധത്തിലായിരിക്കും ഓലൻ വെക്കണല്ലേ. ചിലർ വയ്ക്കാം എങ്ങനെയാണ്, കുമ്പളങ്ങയും ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്തേക്കാണ് കേട്ടോ. വടക്ക് ഭാഗത്തേക്ക് നമ്മൾ വെക്കുന്നത് ഓലൻ കുമ്പളങ്ങ നന്നായിട്ട് വേവിക്കുക. വെറുതെ കുമ്പളങ്ങ വേവിക്കുക ഉപ്പിട്ടിട്ട്. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ആണ് ഞങ്ങൾ അവിടെ വെക്കണം. എന്നിട്ട് നെയ്യും കൂട്ടിയിട്ട് കുട്ടികൾക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. ആറാം മാസത്തിൽ ചോറ് കൊടുത്ത് കഴിഞ്ഞ് അമ്പലത്തിൽ കൊണ്ടുപോയി ചോറ് കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതേമാതിരി കൊടുക്കും. വെറും കുമ്പളങ്ങ വേവിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നെയ്യ് ഇട്ടിട്ട് പപ്പടവും. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അത്. പിന്നെ ഞങ്ങൾ വെക്കുന്നത് ഇതേ മാതിരിയാണ്. പയറും കുമ്പളങ്ങയും കൂട്ടിയിട്ട് പയർ കുക്കറിൽ വേവിക്കും. പണ്ട് എന്ന് പറയുന്നത് വിറകടുപ്പിലാണല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വെക്കുന്നത് കുമ്പളങ്ങയും പയർ വേറെ വേവിക്കും. അത് കഴിഞ്ഞ് കുമ്പളങ്ങ വേറൊരു പാത്രത്തിലിട്ട് വേവിച്ചിട്ട് നന്നായി വെന്ത് കഴിയുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തേങ്ങയുടെ പാല് വേണമെങ്കിൽ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അത് വേണമെങ്കിൽ അത് ക്രീമി ആയിട്ടുള്ളത് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഞാൻ 2 പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്, തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയും വയ്ക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഓലൻ വയ്ക്കാം കേട്ടോ. പിന്നെ വേറൊരു തെക്ക് ഭാഗത്തേക്ക് വെക്കുന്ന കാണാം. ഈ തെക്ക് ഭാഗത്ത് നിന്ന് എൻ്റെ ഹസ്ബൻഡ് തെക്കാണ്, അതായത് ആലുവ എറണാകുളം ഭാഗമാണ്. അപ്പോൾ അവിടെ വെക്കണത് ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും കൂടി നന്നായിട്ട് വേവിച്ചിട്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ കൂടെ തേങ്ങാപ്പാലും ഒഴിക്കും. അങ്ങനെയാണ് വെക്കുന്നത്. അതും ടേസ്റ്റ് ഉണ്ട്. അത് വേറൊരു ടേസ്റ്റ്. എനിക്ക് ഈ മൂന്നിലും കൂടുതൽ ഇഷ്ടമായത് വെറുതെ കുമ്പളങ്ങ വേവിച്ചിട്ട് നന്നായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കില്ല കേട്ടോ. പിന്നെ നെയ്യാണ് ചേർക്കണേ. നെയ്യെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ നേരത്തെ നെയ്യ് ഇട്ടിട്ട്